ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ്. നമ്മളിൽ പലരുടെയും വലിയൊരു സ്വപ്നമായിരിക്കും അല്ലെ, സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. അത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ. പക്ഷെ ആവേശം മുത്തിട്ട് നമ്മൾ ഇറങ്ങി തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലപ്പോഴും ചില പാളിച്ചകളൊക്കെ നമുക്ക് തുടക്കത്തിൽ സംഭവിക്കാറുണ്ട്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പഠിച്ച ചില പാഠങ്ങളും ഒരു സ്മാൾ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇപ്പൊ ഓഫ്ലൈൻ ആയിട്ട് ഒരു ചെറിയ കടയോ ബുട്ടിക്കോ ഒക്കെയാണ് നിങ്ങളുടെ ഒരു പ്ലാൻ എങ്കിൽ ഇതിന് അഡ്വാൻസ്, വാടക, സ്റ്റോക്ക് എന്നിങ്ങനെ കുറച്ചധികം പൈസ ചെലവുണ്ട്. അല്ല, ഓൺലൈൻ ആയിട്ടാണ് ഒരു കുഞ്ഞു സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ റീസെല്ലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഓർഗാനിക് പ്രൊഡക്ട്സ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എല്ലാ കുറച്ച് ഡ്രസ്സ് അല്ലെങ്കിൽ ജ്വല്ലറി ഒക്കെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എടുത്തിട്ട് അങ്ങനെ സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഏത് രീതിയിലായാലും, അതായത് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഏതാണെങ്കിൽ കൂടി നമ്മൾ തുടങ്ങാൻ പോകുന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി വേണം. അല്ലാണ്ട് എല്ലാവരും അങ്ങ് തുടങ്ങുന്നു വന്നാൽ പിന്നെ ഞാനും അങ്ങ് ചെയ്തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യത്തിൽ ഇറങ്ങി തിരിക്കാണ്ട് നമ്മൾ ഏത് കാര്യമാണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് വേണം അതിലേക്ക് ഇറങ്ങി തിരിക്കാൻ വേണ്ടി. കോമൺ മിസ്റ്റേക്സിനകത്ത് വരുന്ന ഒരു പ്രധാന ഫസ്റ്റ് പോയിന്റും ഇത് തന്നെയാണ്. അതായത് ശരിയായിട്ടുള്ള പ്ലാനിങ്ങോ ക്ലാരിറ്റിയോ ഒന്നും ഇല്ലാണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഒരുപാട് ദൂരം പോകാൻ സാധ്യത കുറവാണ്. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ജസ്റ്റ് സ്റ്റഡി ചെയ്തിട്ട് ഇതിലേക്ക് പോകാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ബാഡ് ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. അതായത് ചിലവർ ഇപ്പൊ തുടക്കത്തിലെ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സെയിൽ തുടങ്ങും. അതായത് നമുക്കൊരു മിനിമം ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ എന്റെ ഓയിൽ പ്രിപ്പയർ ചെയ്താൻ തുടങ്ങിയപ്പം ആദ്യം ഒരു 2 ലിറ്ററിനകത്താണ് തുടങ്ങിയത്. അതുകൊണ്ട് എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ ഓർഡേഴ്സ് വന്നതിനനുസരിച്ചിട്ടാണ് ഞാൻ ക്വാണ്ടിറ്റി കൂട്ടിയത്. അതുപോലെ നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ റിസ്ക് വരത്തില്ല. സെയിൽ വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. അല്ലാണ്ട് നമ്മളിപ്പോ തുടക്കത്തിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്താല് നമുക്ക് ആദ്യം ചിലപ്പം ടൈം എടുക്കും കുറച്ച് സെയിൽ കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യലി ആൻഡ് മെന്റലി നമ്മൾ ഡൗൺ ആയി പോകും. ഒരുപാട് പൈസ തുടക്കത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് നമ്മൾ സ്മാൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചാണ്, അല്ലാണ്ട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ചല്ല ഞാൻ ഈ പറയുന്നത്. അവർക്ക് സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടല്ലോ. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ റോങ് പ്രൈസിംഗ് ആണ്. അതായത് ലാഭം കൂട്ടാൻ വേണ്ടിയിട്ട് ചിലവർ വലിയ വിലയൊക്കെ ഈടാക്കും, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുറഞ്ഞ വില ഈടാക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മുടെ ബിസിനസിന് നഷ്ടം വരുത്തും. ഇപ്പൊ ഒരു 10-20 രൂപയുടെ ഒരു നഷ്ടമാണെങ്കിൽ പോലും നമ്മളെ നന്നായിട്ട് അഫക്ട് ചെയ്യും. കാരണം നമ്മളെപ്പോഴും സ്മാൾ ബിസിനസ്സുകാരാണ്. അപ്പൊ ആ രീതിയിൽ 20 ആയിക്കോട്ടെ 10 ആയിക്കോട്ടെ ഒരു പ്രൊഡക്റ്റിന് വീതം വരുമ്പോൾ അത് ഏതൊരു ബിസിനസ് ആണെങ്കിലും നമുക്ക് നഷ്ടം വരും. അതുകൊണ്ടിട്ട് നമ്മളിപ്പോഴും നഷ്ടം വരുത്താണ്ട് നമ്മൾ ചെയ്യുന്ന റോ മെറ്റീരിയൽസിന്റെ പ്രൈസ്, പാക്കിംഗ് മെറ്റീരിയൽസിന്റെ പ്രൈസ്, ബോട്ടിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി വെക്കാം. എന്നിട്ട് അതെല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഇപ്പം ഒരു അച്ചാറിന്റെ കാര്യം തന്നെ എടുത്തോ. അച്ചാറിന് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർക്കാറുണ്ട്. അതിന്റെ പ്രൈസ് നമ്മൾ എഴുതി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ബോട്ടിൽസ്, ഇപ്പൊ 100 അച്ചാർ നമ്മൾ റെഡിയാക്കുകയാണെങ്കിൽ 100 ബോട്ടിൽസിന്റെ പ്രൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ഹോൾസെയിലായിട്ടൊക്കെ എടുക്കുമ്പോൾ ബോട്ടിൽസിന് റേറ്റ് കുറവായിരിക്കും. അപ്പൊ നമ്മൾ ബോട്ടിൽസിന്റെ റേറ്റ് ഒരെണ്ണത്തിന് ഇത്ര രൂപയാവും അത് എഴുതി വെക്കുക. അല്ലെങ്കിൽ 100 ബോട്ടിൽസിന് ഇത്ര രൂപയാവും. അല്ലെങ്കിൽ പാക്കിംഗ് മെറ്റീരിയൽസ്, അത് റാപ്പ് ചെയ്യേണ്ട സംഭവങ്ങളെല്ലാം റേറ്റ് നമ്മൾ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. എപ്പോഴും പ്രൈസിങ് ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ട് കടം കൊടുക്കും. എനിക്കും പറ്റിയൊരു മിസ്റ്റേക്ക് ആണിത്. പലരും പിന്നീട് പൈസ തരണം എന്നില്ല. നമ്മൾ വലിയ രീതിയിലൊക്കെ ക്ലച്ച് പിടിച്ചിട്ടൊക്കെ കൊടുക്കുന്ന പോലെയല്ല. നമ്മൾ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു കുഞ്ഞു സംരംഭം നടത്തുന്നവരെ സംബന്ധിച്ചിട്ട് കടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നീട് നമ്മൾ പൈസ ചോദിച്ചാൽ പലരും തരണം എന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് പോകാനും സാധ്യതയുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു ബിസിനസ് മൈൻഡിൽ കാണുക. അത്രയും അറിയാവുന്നവർക്ക് മാത്രം കടം കൊടുക്കുക. അല്ലാത്തൊരു ഇത് പെട്ടെന്ന് വിറ്റ് തീരണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കടം കൊടുക്കരുത്. പിന്നീട് പൈസ തന്നില്ല എന്നുണ്ടെങ്കിൽ നല്ലൊരു നഷ്ടം വരും. അതുപോലെ നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം അവരോട് പറയാൻ വേണ്ടിയിട്ട്. കാരണം കേരളത്തിനകത്തുള്ള റേറ്റ് ആയിരിക്കത്തില്ല കേരളത്തിന് പുറത്തോട്ട്. അപ്പൊ അത് അന്വേഷിച്ചിട്ട് വേണം അവരുടെ റേറ്റ് പറയാൻ വേണ്ടിയിട്ട്. മാക്സിമം ഓൺലൈൻ ത്രൂ പേയ്മെന്റ് വാങ്ങിച്ചിട്ട് വേണം കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട്. ആദ്യമേ എനിക്കും അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. കുറച്ച് കസ്റ്റമേഴ്സ്, എല്ലാവരും ഒന്നുമല്ല, ചിലർ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഫീഡ്ബാക്ക് തരുന്ന, നല്ല രീതിയിൽ പ്രൊഡക്റ്റിന്റെ നമ്മളെ വിശ്വസിച്ചിട്ട് റീപർച്ചേസ് ചെയ്യുന്നൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കസ്റ്റമേഴ്സ് എനിക്കുണ്ട്. അവര് ഫീഡ്ബാക്ക് അറിയിക്കാറുണ്ട്, ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്, റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ബാർഗെയിൻ പോലും ചെയ്യാണ്ട് അവര് ഓർഡർ ചെയ്തിട്ട് പോകും. കാരണം അവർക്കറിയാം നമ്മൾ സ്മാൾ ബിസിനസ്സുകാരുടെ ഒരു സ്ട്രഗിൾ ഒക്കെ അവർക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കാം മേ ബി
അവരെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറെ കസ്റ്റമേഴ്സ് ഉണ്ട്. ക്ലോസ് ആയിട്ട് നിൽക്കുന്നവർ തരുന്ന സപ്പോർട്ടിനേക്കാൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതായത് അവർക്ക് റിസൾട്ട് കിട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് സജസ്റ്റ് ചെയ്യുക, പ്രൊഡക്റ്റ് അവർക്ക് റെക്കമെൻഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല കസ്റ്റമേഴ്സ് ഉണ്ട്. പറഞ്ഞ പോലെ തന്നെ 100 പേരെടുത്താൽ 1-2 ആൾക്കാർ ഇതുപോലെ കാണുമല്ലോ. അങ്ങനെ തുടക്കത്തിൽ എനിക്ക് അങ്ങനെ കുറച്ച് സംഭവങ്ങളും പറ്റിയിട്ടുണ്ട്. അതായത് ഡെലിവറി ചാർജ്, ഇപ്പൊ കേരളത്തിനകത്തുള്ള ഡെലിവറി ചാർജ് ആയിരിക്കത്തില്ല കേരളത്തിന് പുറത്തോട്ട്. അപ്പം ബില്ലടിച്ചിട്ട് നമ്മൾ ഡെലിവറി ചാർജ് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ 120-150 ഒക്കെ കാണും. അതിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടായിരിക്കും റേറ്റ് വരിക. പിന്നീട് നമ്മൾ ബില്ലടിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് ഒരു റെസ്പോണ്ടും ഇല്ലാത്ത കുറച്ച് കേസസ് എനിക്ക് വന്നിട്ടുണ്ട്. തുടക്ക ടൈമിലാണ് ഒരു 4-5 കസ്റ്റമേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് സ്മാൾ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് 150 രൂപ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ലാഭമായിരിക്കും. കാരണം നമ്മൾ ഈ ഡെലിവറി ട്രാവൽ ചെയ്ത് കൊണ്ട് കൊടുക്കാതൊന്നും നമ്മൾ ഇതിൽ കൂട്ടത്തില്ല. ഞാൻ അതിലൊന്നും അങ്ങനെയൊന്നും കൂട്ടിയിട്ടില്ല ഡെലിവറി ചാർജ്. ചിലവർ അതുപോലും ഇൻക്ലൂഡ് ചെയ്തിട്ട് വാങ്ങിക്കും, ഇത്ര ഓട്ടോ ചാർജ്. ഞാൻ അങ്ങനെയൊന്നും വാങ്ങിക്കാറില്ല. നമ്മൾ ഡെലിവറി ചാർജ് തന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. അവിടെ ഒരു ലാഭം അവിടെ പോവാണ്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഡെലിവറി ചാർജ് ഒക്കെ നമ്മൾ അന്വേഷിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ വലിയ നഷ്ടമില്ലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയിൽ ഒട്ടും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ എടുക്കുന്ന റോ മെറ്റീരിയൽസ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിന്റെ ക്വാളിറ്റി നമ്മൾ ഒട്ടും കോംപ്രമൈസ് ചെയ്യാണ്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സർവീസ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഡൗട്ട്സ് കസ്റ്റമേഴ്സ് ചോദിക്കുകയാണെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കുക, അവരോട് മാന്യമായിട്ട് ഇടപെടുക. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. തേർഡ് വൺ പാക്കിംഗ് ആണ്. അത് പലരും വിട്ടുപോകുന്നൊരു കാര്യമാണ്. നമ്മൾ സേഫ് ആയിട്ട് പ്രോഡക്റ്റ് കസ്റ്റമേഴ്സിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് പാക്ക് ചെയ്യുക. പാക്കിംഗ് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അവർക്ക് സേഫ് ആയിട്ട് പ്രോഡക്റ്റ് കിട്ടുന്ന രീതിയിൽ പാക്ക് ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. അതായത് ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ആളുകളിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നീടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻസ് ആണ്. നമുക്ക് ക്ഷമ വേണം. അതായത് നമുക്ക് ചിലപ്പോൾ സ്റ്റാർട്ടിങ്ങില് ചിലപ്പം ടൈം എടുക്കും ചിലപ്പോൾ സെയിൽ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ തളരാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. കുറച്ച് ടൈം അതിന് വേണ്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് പയ്യെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇതൊക്കെ എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഞാൻ വലിയൊരു ബിസിനസ് വുമൺ ഒന്നും അല്ല. ഞാൻ ഒരു ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കുഞ്ഞു സംരംഭകയാണ്. അപ്പൊ എനിക്ക് പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, എക്സ്പീരിയൻസസ്, പാളിച്ചകൾ എല്ലാം കൂടി ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പം വീഡിയോ യൂസ്ഫുൾ ആവണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ ഏത് പോയിന്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ, നിങ്ങളൊരു ബിസിനസ് വുമൺ ആണ് അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ സ്മാൾ ബിസിനസ്സുകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പോയിന്റ് ആണ് ഏറ്റവും റിലേറ്റബിൾ ആയിട്ട് തോന്നിയെന്നുള്ളത് താഴെ പറയുക. ബിസിനസ് തുടങ്ങാൻ പോകുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ